അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ പോകുന്നത് കാലാവസ്ഥാ വാർത്തകളിലേക്കാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് അങ്ങനെ ഒരു കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് യെല്ലോ അലർട്ട് പ്രവചിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഈ മഴ മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. വിവരങ്ങളുമായി ശ്രീനന്ദ എസ് വി ചേരുന്നുണ്ട്. ശ്രീനന്ദ, റെയിൻ മോർണിംഗ് എന്ന് പറയേണ്ടി വരും അല്ലേ? എന്തായാലും ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്? ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തൊരു മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ വിചാരിച്ചു ഗസ്റ്റ് റോൾ ആയിരിക്കും, ഒരു 2 ദിവസം കഴിയുമ്പോൾ മഴയൊക്കെ തീരുമെന്ന്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത അവിടെ പ്രവചിച്ചിരിക്കുന്നു. എന്താണ് ശ്രീനന്ദ ഏറ്റവും പുതിയ വിവരങ്ങൾ? കാലാവസ്ഥാ വകുപ്പ് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി. മഴയുള്ളൊരു ദിവസം തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം കാലാവസ്ഥ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലാതെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തുള്ള എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ വരെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ഒരു ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കാലാവസ്ഥയ്ക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായതായി തോന്നുന്നില്ല. ഇന്ന് 7 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പമ്പ സന്നിധാനത്തൊക്കെ ശക്തമായ മഴയായിരിക്കും അടുത്ത 3 മണിക്കൂർ ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്കുകളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി വരുന്ന 5 ദിവസത്തേക്ക് കടലിൽ പോകുന്നത് ഒഴിവാക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സമുദ്ര ഗവേഷണ പഠന വകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും മഴക്കെടുതികളൊക്കെ തന്നെ നിരവധി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ തന്നെ നിരവധി 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തമിഴ്നാട്ടിലും അതിശക്തമായ മഴയാണ് ഈ മണിക്കൂറിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി തുടങ്ങിയ മഴയാണ്. ഇതുവരെയും മഴയ്ക്ക് യാതൊരുവിധ ശമനവും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഒറ്റപ്പെട്ട മലയോര മേഖല. ഈ മഴ ഇങ്ങനെ കനക്കുമ്പോൾ കേരളത്തിൽ നിലവിൽ പേടിപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? അശ്വതി, നിലവിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ ഇന്നലെയൊക്കെ അറിഞ്ഞിരുന്നു. അതൊരു ചക്രവാത ചുഴിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഉടൻ തന്നെ മാറുമെന്നുള്ളൊരു കാരണം കൂടിയുണ്ട്. അത് കാരണമായിരിക്കാം കേരളത്തിൽ ഇത്രത്തോളമുള്ളൊരു വടക്കൻ കേരളത്തിൽ ഇത്രയും ശക്തമായ മഴയുള്ളത് എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും മഴക്കെടുതികൾ ഇതുവരെ വലിയതായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ കൂടി വരും മണിക്കൂറിൽ ശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അത് അനുസരിച്ച് നോക്കുമ്പോൾ എന്തായാലും മഴക്കെടുതികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് കണക്കിലെടുക്കാവുന്നതാണ്. ഇന്നലെ തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി തന്നെ തുടർന്നൊരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ അതെല്ലാം ഒരുവിധം താന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ വരും മണിക്കൂറിൽ ഇതെല്ലാം മാറി മറിയാനുള്ളൊരു മുന്നറിയിപ്പ് കൂടി നമുക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എന്തായാലും ശ്രീനന്ദ, നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. എന്തായാലും ഈ ചൂടുള്ള സമയത്ത് ചെറിയൊരു മഴ പെയ്യുന്നതൊക്കെ നമുക്ക് ആശ്വാസമാണ്. ശ്രീനന്ദ, എങ്ങനെയാണ് ഈ മഴയൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ? നനയാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ? തീർച്ചയായിട്ടും അശ്വതി, എനിക്ക് മഴ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അടുത്തിടവിട്ട ദിവസങ്ങളിലെല്ലാം തന്നെ കനത്ത മഴയാണ്. അപ്പോൾ ശ്രീനന്ദ, അധികം മഴ നനയേണ്ട. നമുക്ക് കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അപ്പോൾ സുരക്ഷിതമായി തുടരുക.